blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. എല്ലാ ആഴ്ചയിലും നമ്മൾ ആദ്യമേ ചെയ്യുന്നത് പോലെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ആദ്യമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജന്മദിനം ആഘോഷിക്കുന്ന 2 സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. ലെസ്ലി ചെറിയൻ ആൻഡ് സെലി അന ചെറിയൻ. അതിൽ സെലിയുടെ ബർത്ത്ഡേ മാർച്ച് 24 ആയിരുന്നു. ലെസ്ലിയുടെ ബർത്ത്ഡേ മാർച്ച് 28 മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇവരിരുവരെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ബർത്ത്ഡേ ബ്ലെസ്സിങ്സ് കൊണ്ടും കർത്താവെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ടും പൈസയും തിരികെ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. അപ്പോൾ തന്നെ കർത്താവെ, ലെസ്ലിക്കും സാലിക്കും ലേംലിക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ, നല്ലൊരു ഭാവിയിലേക്ക് അവരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാക്കനാട് നിന്ന് ടാലു തോമസ്. കർത്താവെ, ഈ സമയത്ത് ബിസിനസ് കോൺട്രാക്റ്റുകൾ പുതുതായി ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ബിസിനസ് ടാർഗറ്റുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്യുവാൻ, അതുപോലെ തന്നെ ബിസിനസ്സിൽ വലിയൊരു വളർച്ചയുണ്ടാകാനും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയൻ PR കുടുംബമായി ലഭിക്കുവാൻ, അത് വേഗത്തിൽ ലഭിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you so much sponsors for sponsoring today's episode. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഗൂഡല്ലൂർ മാർച്ച് 31 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നർത്തകി ഓഡിറ്റോറിയം, ഊട്ടി കാലിക്കറ്റ് റോഡ്, ഗൂഡല്ലൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാനന്തവാടി ഏപ്രിൽ 1 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് തോമസ് ഓഡിറ്റോറിയം, തലശ്ശേരി കണ്ണൂർ റോഡ്, അമ്പുകുത്തി, മാനന്തവാടി. കഴിഞ്ഞ ചില ആഴ്ചകളായുള്ള എപ്പിസോഡുകളിൽ ബ്രദർ ഡാമിയൻ്റെ ചില പുസ്തകങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വിന്നേഴ്സ് ഫാക്ടറി എന്നുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ ഗൈഡിൽ നിന്നാണ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 ആഴ്ചയോളം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിന് മുൻപ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞ് തടസ്സങ്ങളെ തകർക്കുക എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ കഷ്ടതകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അത്തരം ആളുകൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒക്കെ വലിയ കഷ്ടപ്പാടിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകൾ. എന്നാൽ ഒരു പ്രത്യേക കാലഘട്ടം എത്തുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ നിലച്ചിരിക്കാത്ത അനുഗ്രഹങ്ങൾ വരുന്നതും വലിയ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് അവരെത്തിച്ചേരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആളുകൾ പറയുന്നതും കേട്ടിട്ടുണ്ട്, അവർക്ക് ദൈവത്തിൻ്റെ ഒരു പ്രസാദമുണ്ട്. ആ മനുഷ്യൻ്റെ കൂടെ ഒരു ദൈവപ്രസാദം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത് എന്നുള്ളത്. ഈ ഒരു ദൈവപ്രസാദം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് സത്യത്തിൽ ബൈബിളിൻ്റെ ആധികാരികതയിൽ ബൈബിളിൽ അതിനൊരു പ്രസക്തിയുണ്ടോ? ആ പറയുന്ന വാക്ക് കൃത്യമാണോ? ചിലരതിനെ ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ കൈപ്പുണ്യം ഉണ്ട്, അയാൾക്ക് ഭയങ്കര കൈപ്പുണ്യമാണ്, എന്ത് ചെയ്താലും നടക്കും, ഇങ്ങനെയൊക്കെ നാടൻ ഭാഷകളിൽ പലതും പറയാറുണ്ട്. ബൈബിളിൽ ഒരു പരിധിവരെ വാസ്തവമാണ്. ചില ആളുകളുടെ കാര്യത്തിൽ അവരെന്ത് തൊട്ടാലും പൊന്നാകുന്നു എന്ന് പറയുന്ന പോലെ. അതിൽ ദൈവവചനത്തിൽ അതിന് ഒരു ആധികാരികതയുണ്ടോ, തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് മിക്കവാറും എല്ലാ പുസ്തകങ്ങളിലും ദൈവപ്രസാദത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ദൈവപ്രസാദത്തെക്കുറിച്ച് ഞാനൊരു പഠനവും ഒരു റിസർച്ചും നടത്തി വളരെയധികം ഞാൻ എക്സൈറ്റഡായി മാറി. അങ്ങനെ ഒരു സന്ദേശ പരമ്പര തന്നെ തയ്യാറാക്കി ആ ഒരു സന്ദേശം നമ്മുടെ ബ്ലെസ്സിംഗ് സെൻറ്ററുകളിൽ പ്രസംഗിച്ചു. അതിനുശേഷമാണ് ദൈവപ്രസാദം എന്നുള്ളൊരു പുസ്തകം തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തത്. ദ ഫേവർ ഓഫ് ഗോഡ്, ദൈവപ്രസാദം. കൊച്ചു പുസ്തകമാണ്, പക്ഷേ ദിസ് ഈസ് എ ഡൈനമിറ്റ്. കാരണം അതിൽ 5-6 അധ്യായമേ ഉള്ളൂ, ചെറിയ പുസ്തകമാണ്. കണ്ടന്റ് എന്ന് പറയാൻ ഒരു 111 പേജസേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവപ്രസാദത്തെക്കുറിച്ചുള്ള പഠനം നമ്മളുടെ അകത്ത് ചെല്ലാമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ
നമ്മുടെ ലൈഫിലേക്കും ആ ദൈവപ്രസാദം ലഭിക്കത്തക്ക രീതിയിൽ നമ്മുടെ ലൈഫിനെ ട്യൂൺ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം അതിൽ ആദ്യത്തെ ചാപ്റ്ററിൽ എന്താണ് ദൈവപ്രസാദം എന്ന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ദ ഫേവർ ഓഫ് ഗോഡ് ത്രൂ ഹിസ്റ്ററി. മനുഷ്യ ചരിത്രത്തിലൂടെ ദൈവപ്രസാദം എങ്ങനെയാണ് പല ക്യാരക്ടേഴ്സ്, ബൈബിളിലുള്ള ക്യാരക്ടേഴ്സൊക്കെ അനുഭവിച്ചതെന്നും അതിൻ്റെ ഉദാഹരണ സഹിതം അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് എടുത്ത് നല്ലൊരു പഠനമാണ് സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ തന്നെ ദൈവപ്രസാദത്തിനുള്ളൊരു ഡെഫിനിഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. കാരണം സാധാരണ ദൈവപ്രസാദം എന്ന് കേട്ടാലും എന്താണ് ദൈവപ്രസാദം എന്ന് വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ സാധിക്കാതിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ എഴുതിയിട്ടുണ്ട് ദൈവപ്രസാദം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുകൂലതയാണ്. ഒരാൾക്ക് ദൈവപ്രസാദം ലഭിക്കുമ്പോൾ അയാൾക്ക് ദൈവത്തിൽ നിന്ന് പ്രത്യേകമായ അനുകൂലമായ മനോഭാവം, കൃപ, സഹായം, അംഗീകാരം, പരിഗണന, പ്രീതി എന്നിവയൊക്കെ ലഭിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവം ആ വ്യക്തിയിലേക്ക് ചാഞ്ഞ് അയാൾക്ക് പിന്തുണ നൽകുന്നു. ദൈവത്തിന്റെ കരം ആ വ്യക്തിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു. വളരെ മനോഹരമായിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവപ്രസാദം ഒരു വ്യക്തിക്ക് ലഭിച്ചാൽ ദൈവത്തിൻ്റെ സപ്പോർട്ട് കിട്ടുകയാണ്. സ്വർഗം മുഴുവൻ അയാളോട് കൂടെയാണ്. ഒരാൾക്കും ആ വ്യക്തിക്കെതിരെ നിൽക്കാൻ സാധ്യമല്ല, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളെ തടുക്കാൻ സാധ്യമല്ല. അതുപോലെ ഒരു ലൈഫ് തന്നെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഒരു അനുഭവമാണ് ദൈവത്തിൻ്റെ പ്രസാദമുള്ള ജീവിതം എന്ന് പറയുന്നത്. രണ്ടാം അധ്യായത്തിലെ കാര്യങ്ങൾ വരെ പറഞ്ഞു. മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണാൻ ദൈവപ്രസാദത്തിന്റെ പ്രയോജനങ്ങളാണ്. ഒരാൾക്ക് ദൈവപ്രസാദം ലഭിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രയോജനം? നാലാം അധ്യായത്തിൽ ദൈവപ്രസാദത്തിന്റെ പ്രത്യേകതകൾ, സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ ഫേവർ ഓഫ് ഗോഡ് കാണുന്നുണ്ട്. ഫിഫ്ത്ത് ചാപ്റ്ററിൽ കാണാൻ ദൈവപ്രസാദത്തിൽ എങ്ങനെ നമുക്ക് വളരാൻ കഴിയും. വി ക്യാൻ ഗ്രോ ഇൻ ദ ഫേവർ ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ ദൈവപ്രസാദം ഓരോ വ്യക്തിയിലും പല അളവിലാണ്. ഒരു വ്യക്തിയിൽ ദൈവപ്രസാദം വന്നു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹത്തിന് വളരാൻ കഴിയും. വി ക്യാൻ ഗ്രോ ഇൻ ദ ഫേവർ ഓഫ് ഗോഡ്. അവസാന അധ്യായത്തിൽ ദൈവപ്രസാദത്തെ എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും, നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാം. ഇങ്ങനെയാണ് ചാപ്റ്ററുകൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവപ്രസാദം എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഒരു മനുഷ്യനോട് തോന്നുന്ന ഒരു പ്രത്യേക പ്രസാദമാണല്ലോ, ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ ദൈവപ്രസാദമുള്ള ആ ഒരു മനുഷ്യന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത്? അതൊരു അധ്യായത്തിലുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. മൂന്നാം അധ്യായത്തിൽ. യെസ്, അതൊന്ന് പറയുമായിരുന്നെങ്കിൽ പ്രേക്ഷകരെ സംബന്ധിച്ച് അത് കുറച്ചുകൂടെ നല്ലൊരു കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ദൈവപ്രസാദത്തിൻ്റെ പ്രയോജനങ്ങളിൽ ഒന്നാമത് നമ്മൾ കാണുന്നത് ശത്രുക്കളുടെ മുമ്പിൽ ബഹുമാനം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ചൊരു ദൈവവേദലായി ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ഓപ്പോസിഷൻസ് വരാം. എന്നാൽ സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം, അതാണ് നമ്മളിവിടെ കീ വേഴ്സായി കൊടുത്തിരിക്കുന്നത്. അത് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വഴികൾ ദൈവത്തിന് പ്രസാദകരമാകുമ്പോൾ, അഥവാ ദൈവപ്രസാദം ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ അവിടുന്ന് അവൻ്റെ ശത്രുക്കളെ പോലും അവൻ അനുകൂലമാക്കുന്നു. എന്ന് വെച്ചാൽ ശത്രുക്കൾ പോലും മമത കാണിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ജീവിതം മാറും. ഇതാണ് ദൈവപ്രസാദത്തിൻ്റെ ഒന്നാമത്തെ പ്രയോജനം ആയി അവിടെ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി വിശദീകരിക്കുന്നില്ല, കാരണം നമുക്ക് സമയം കുറവായതുകൊണ്ട്. രണ്ടാമത് നമ്മൾ കാണുന്നത് പ്രതികൂലാവസ്ഥയിൽ വലിയ ജയം. എല്ലാം പ്രതികൂലമാകുന്ന എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് സർക്കംസ്റ്റാൻസസ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഭയങ്കരമായി എല്ലാം പ്രതികൂലമാകുന്ന ഒരനുഭവം. പക്ഷേ അതിൽ ഒരു വലിയ ജയം നൽകാൻ ദൈവത്തിന് സാധിക്കും. ഇതിനെല്ലാം വചനത്തിൽ നിന്നും അല്ലാതെയുമുള്ള ഉദാഹരണങ്ങൾ ഓരോന്നിനും നമ്മൾ സവിസ്തരം കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് ശത്രുക്കൾ മോഷ്ടിച്ചതെല്ലാം മടക്കി ലഭിക്കുന്നു. അതിന് നല്ലൊരു ഉദാഹരണം നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, ഇസ്രായേൽ ജനം 400 വർഷത്തോളം ഈജിപ്തിൽ അടിമകളായി ജീവിക്കുമ്പോൾ അതുവരെ അവർ ഭയങ്കരമായി പണിയെടുപ്പിക്കപ്പെട്ടു. ഫറവോൻ അവരെ അടിമകളാക്കി പണിയെടുപ്പിച്ചു. ശമ്പളം കൊടുത്തില്ല, വൈക്കോൽ വേണ്ട രീതിയിൽ കൊടുക്കില്ല, പക്ഷേ ഇഷ്ടിക വേണ്ടത്ര കൊടുക്കുകയും വേണം. അതുപോലെ ടാസ്ക് മാസ്റ്റേഴ്സ് അവരെ ഭയങ്കരമായി പീഡിപ്പിച്ചു. പക്ഷേ പുറപ്പാട് അല്ലെങ്കിൽ എക്സഡസ് നടക്കുന്നതിൻ്റെ തലേ ദിവസം ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തൻ അടുത്ത വീടുകളിൽ ചെന്ന് സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും എല്ലാം മേടിച്ചോളാൻ പറഞ്ഞു.
വളരെ ശത്രുക്കളായി എബ്രായരെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിന് ചോദിക്കുന്നത്. സാധാരണ അങ്ങനെ ചോദിച്ചാൽ കൊടുക്കും, ഒരിക്കലും കൊടുക്കില്ല, അടിമകളാണ്. പക്ഷെ അന്ന് അവർക്ക് ഇവരോട് ഭയങ്കരമായൊരു പ്രസാദം തോന്നി. ദൈവം അങ്ങനെ തോന്നിപ്പിച്ചു. അതോടുകൂടെ ആ ദേശത്തുണ്ടായിരുന്ന എല്ലാ സ്വർണവും വെള്ളിയും എല്ലാം ഇവരുടെ കയ്യിലായി. അതിലൊരിക്കലും ഒരു അന്യായമില്ല. കാരണം അത്രയും വർഷത്തെ ശമ്പളം, TA, DA, HRA, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി തുടങ്ങിയതെല്ലാം കൂടെ കണക്ക് തീർത്ത് എല്ലാം കൊടുത്തു, ദൈവം കൊടുത്തു. തുടർന്ന് നമ്മൾ കാണുന്നത് അംഗീകാരവും പ്രാമുഖ്യവും കിട്ടുന്നു. ദൈവപ്രസാദം ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ ആ ആൾ റെക്കഗ്നൈസ്ഡായി മാറും. വലിയൊരു പ്രാമുഖ്യം തനിക്ക് ലഭിക്കും. ദാവീദിന്റെ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്, എസ്തേറിന്റെ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട് ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ പശ്ചാത്തലമോ സ്ഥാനമോ പേരോ നിറമോ ഉയരമോ ഒന്നും പ്രശ്നമല്ലാതായി മാറുന്നു അംഗീകാരം ലഭിച്ചു കഴിയുമ്പോൾ ഏതൊരു സ്ഥലത്ത്. അടുത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്, തെറ്റുകളും അബദ്ധങ്ങളും വിസ്മരിക്കപ്പെടും. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ചില ബ്ലണ്ടേഴ്സ് കാണിച്ചു വയ്ക്കും. പക്ഷെ ദൈവപ്രസാദം നമ്മുടെ മേൽ വരുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. നമ്മുടെ മിസ്റ്റേക്സ് പോലും മറയ്ക്കപ്പെടുന്നു. അതിനുള്ള നല്ലൊരു അനുഭവകഥ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്ന ഇങ്ങനെ, നിങ്ങൾക്ക് എത്ര വലിയ കൈപ്പിഴ വന്നാലും അബദ്ധങ്ങൾ പിണഞ്ഞാലും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി അതിനെ വഴിതിരിച്ചു വിടാൻ സാധിക്കും. അഥവാ പരാജയങ്ങളെയും തെറ്റുകളെയും ദൈവപ്രസാദം മറികടന്ന് അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയുവാനായി തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടവരെ അവൻ സ്വാധീനിക്കും. ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. അടുത്തതായി നമ്മൾ കാണുന്ന അനുഗ്രഹങ്ങളിലെ വർധനവ്. ദൈവപ്രസാദം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള അനുഗ്രഹങ്ങൾ തന്നെ വർദ്ധിച്ചു വരും. മറ്റൊന്നാണ് അപേക്ഷകൾക്ക് മറുപടി. ഇതിനെല്ലാം ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അനുഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപേക്ഷകൾക്ക് മറുപടി ലഭിക്കുന്നു. മറ്റൊന്നാണ് നിയമങ്ങൾക്ക് മാറ്റമുണ്ടാവും. ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് വേണ്ടി പോലും ദൈവത്തിന് നിയമങ്ങൾ മാറ്റിമറിക്കാൻ സാധിക്കും. ഒരു വ്യക്തിയോടുള്ള പ്രസാദത്തിൽ ദൈവം ഒരു വ്യക്തിയുടെ പ്രസാദിച്ചാൽ ആ നിയമം മാറുന്ന നിമിത്തം ഒരുപക്ഷെ അനേക ലക്ഷങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. എസ്തേർ രാജ്ഞിയുടെ കാലത്ത് ഉണ്ടായ കാര്യം നമുക്കറിയാം. അവർക്കെതിരെ എന്ന് വെച്ചാൽ ദൈവമക്കളെ മുഴുവൻ കൊന്നുകളയാൻ ഉള്ള ഒരു രേഖ ആദ്യം എഴുതപ്പെട്ടു. പക്ഷേ എസ്തേർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് രാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ രാജാവ് ചെങ്കോൽ നീട്ടുകയും ഇഷ്ടമുള്ളത് എന്തും ചെയ്യാൻ ഉള്ള രീതിയിലേക്ക് മാറുകയും ആ രേഖ തിരുത്തി നിയമത്തെ മാറ്റി, ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ബില്ലുകൾക്ക് മാറ്റം, നിയമങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ ഒരു വ്യക്തിയുടെ മേൽ ദൈവപ്രസാദം ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് മുഴുവൻ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് ബിബ്ലിക്കൽ അല്ലാതെ തന്നെയും പല അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ് ദൈവപ്രസാദം എന്ന് പറയുന്നത്. ഒരു കൊച്ചു പുസ്തകമാണിത്. ഈ പുസ്തകം എനിക്ക് തോന്നുന്നു ആദ്യത്തെ അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കുന്നത് തന്നെ ദൈവപ്രസാദത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൊച്ചു പുസ്തകം ആവശ്യമുള്ളവർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ആമസോണിലൂടെ അല്ലേ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവരുടെയും കയ്യിൽ അടുത്ത ആഴ്ചയാകുമ്പോഴത്തേനും ഈ പുസ്തകം ഉണ്ടാകണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായി അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ. ഈ മകന്റെ പേര് വിൽസൺ എന്നാണ്. കുന്നംകുളത്തുനിന്ന് വരുന്നത്. കുന്നംകുളം. യെസ്. 2015 ജൂൺ മാസം ആരംഭത്തോടു കൂടി ഇദ്ദേഹത്തിന് കലശലായിട്ടുള്ളൊരു ചുമ ആരംഭിച്ചു. ചുമയ്ക്കുന്നതിനെ തുടർന്ന് രക്തം വരുമായിരുന്നു വായിൽ നിന്ന്. ചുമച്ച് ബ്ലഡ് വരുമായിരുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ ചെറുതായിട്ടൊന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് പറഞ്ഞു അത് കഫത്തിന്റെ പ്രോബ്ലം ആണ്, ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിരിക്കാം, കഫം പഴുത്ത് കഴിഞ്ഞപ്പോൾ അത് രക്തമായിട്ട് വരുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ടാബ്ലറ്റ്സ് കൊടുത്തു, ആ മരുന്ന് കൊടുത്ത് അത് തുടർമാനം കഴിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പലപ്പോഴായിട്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ചുമയുടെ കാഠിന്യം കൂടിക്കൊണ്ടിരുന്നു, രക്തത്തിന്റെ അളവും കൂടിക്കൊണ്ടിരുന്നു. ഇദ്ദേഹത്തിന് വല്ലാത്ത ഭയമായി. അങ്ങനെ വീണ്ടും ഡോക്ടർ അടുത്ത് ചെന്നു. ഡോക്ടർ കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ അടിഭാഗത്തായിട്ട് ഒരു തടിപ്പ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് ചെറിയൊരു ശസ്ത്രക്രിയയിലൂടെ അതെടുത്ത് കളയാവുന്നതേ ഉള്ളൂ, അത് വെച്ചുകൊണ്ടിരിക്കേണ്ട,
വെച്ചുകൊണ്ടിരുന്നാൽ നാളേക്ക് അതൊരു പ്രോബ്ലമായി തീരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മൂക്കിലൂടെ ഒരു എൻഡോസ്കോപ്പി പോലെ മൂക്കിലൂടെ ഒരു ട്യൂബ് കടത്തി അത് എന്താണെന്ന് പരിശോധിച്ചിട്ട് വായിലൂടെ ട്യൂബ് ഇട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി നമുക്ക് ആ ദശ എടുത്തു കളയാന്ന് പറഞ്ഞു. അങ്ങനെ അതിന് നിസ്സാര ചെലവേ വരുള്ളൂ, ഒരു 5000 രൂപ താഴെ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവിടെ ചെന്നു അഡ്മിറ്റഡായി. അതിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇത് ഇച്ചിരി ക്രിട്ടിക്കലാണ്, കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാൾ വിഷമമാണ്. ഇങ്ങനെ ചെയ്താൽ അത് ദശയായിരുന്നില്ല, അതൊരു ഗ്രോത്ത് ആയിരുന്നു, ഒരു മുഴ പോലെ കാണുന്നു. അതെങ്ങനെ എടുത്താൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് അത് ക്ലോട്ട് ആകും, അത് നാളേക്ക് ഇൻഫെക്ഷൻ ആവും, ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കിതിനെ ഓപ്പൺ ചെയ്തിട്ട് എടുത്തു കളയണമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ഈ കുഴല് കടത്തി പോരാ, അത് തുറക്കണം, തുറന്നിട്ട് ആ മുഴ എടുത്തു കളയണമെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, ഇതൊരു ക്യാൻസറിന്റെ ആരംഭവുമാണെന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ഈ സഹോദരൻ ആകെ നെടുങ്ങിപ്പോയി. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 2.5 വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, കുഞ്ഞുങ്ങളില്ല. ഇദ്ദേഹത്തിന് വല്ലാത്തൊരു ഭാരമായി. ഞാൻ എന്ത് ചെയ്യും? വിശ്വാസത്തിലല്ല, കർത്താവിനെ കേട്ടിട്ടുണ്ടെങ്കിലും കർത്താവിനെ അറിയില്ല, പ്രാർത്ഥിക്കാൻ ആരുമില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇതൊരു ക്യാൻസറിന്റെ ആരംഭമാണ്, ഓപ്പറേറ്റ് ചെയ്തിട്ട് സർജറിയിലൂടെ ആ മുഴയെ നീക്കം ചെയ്യണം. ഏകദേശം 5000 രൂപ എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ അത് ലക്ഷങ്ങളിലേക്ക് മാറി. അപ്പോൾ പണമില്ല, ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഇദ്ദേഹത്തിന്റെ അമ്മയെ വിളിച്ച് വിവരം പറഞ്ഞു. അമ്മ പലയിടത്തും സഹായം ചോദിക്കുമ്പോൾ മകന്റെ രോഗം എന്താന്ന് പറയുമ്പോൾ ക്യാൻസർ ആണെന്ന് പറയേണ്ടി വരും. നാട്ടുകാരുടെ മുമ്പിൽ ഇദ്ദേഹം ഒരു ക്യാൻസർ രോഗിയായി, വീട്ടുകാരുടെ മുമ്പിൽ ഒരു ക്യാൻസർ രോഗിയായി, ബന്ധുക്കളുടെ മുമ്പിൽ ഒരു ക്യാൻസർ രോഗിയായി. ഇദ്ദേഹം കാണുന്നത് മുഴുവൻ ക്യാൻസറാ. ഞാൻ നാളെ ജീവിക്കുമോ എന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ പണമില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ, വല്ലാത്ത ഭാരത്തിലിരിക്കുമ്പോഴാണ് അമ്മ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്നത്. അങ്ങനെ അതിലൂടെ കേട്ടു കുന്നംകുളത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടെന്ന്. ഈ മകനോട് പറയാതെ അമ്മ ഓടി കുന്നംകുളത്ത് വന്നു, ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് പ്രാർത്ഥിച്ചു. അതേ തുടർന്ന് അവിടുത്തെ ശുശ്രൂഷകന്മാർ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു, അന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. ഇതിനിടയിൽ കുറച്ച് കാലതാമസം വന്നു. ഏകദേശം 2-3 മാസം സമയമെടുത്തു. ഇദ്ദേഹം ഭക്ഷണം കഴിക്കില്ല, പേടിയാ, ഉറക്കം വരുന്നില്ല, പേടിയാ, എല്ലാം കൂടെ ആകെ കൂടി ഭയം വന്നു. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തൊലി മുഴുവനുമായിട്ട് നീങ്ങിപ്പോയി. ഈ തൊണ്ട വരെ തൊലി ഇല്ലാതെ, വായ മുഴുവൻ ചുവന്നിരുന്നു. ഒരു തുള്ളി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും എരിവുള്ളത് കഴിച്ചാൽ വായിൽ വല്ലാത്ത പുകച്ചിലും നീറ്റലുമാ. ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ വെറും ജ്യൂസും ഈ ചോറ് മാത്രം അരച്ചു വിഴുങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ശരീരം വല്ലാതെ ശോഷിച്ചു. അന്ന് ഈ ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്ന് ശുശ്രൂഷകന്മാർ അവിടെ ചെന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ സഹോദരൻ പറഞ്ഞ, അന്ന് ഞാൻ ആദ്യമായിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചു. അന്ന് ഞാൻ ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ചു. അതേ തുടർന്ന് ഭക്ഷണം കഴിക്കാനുള്ള പ്രോബ്ലം എന്നിൽ നിന്ന് മാറിപ്പോയി. ഒരു മിനിറ്റ്, ഈ ഇതുവരെ പറഞ്ഞ കഥ ശരിയാണ്? ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അനുഭവിച്ച കാര്യമാണോ? അല്ലെങ്കിൽ ആ സഹോദരന്റെ പേര് ഡെന്നി തോമസ്, അദ്ദേഹം ഉണ്ടാക്കുന്ന കള്ളക്കഥയാണോ? സത്യം പറയണം. ഞാൻ പറഞ്ഞിട്ട് പറയണതാ. ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനെ ഈ അമ്മ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്നത് കൊണ്ടിട്ട് ഈ മകനും തുടർന്നു പോയി. പിന്നത്തെ പ്രാവശ്യം പോകുമ്പോൾ അന്നൊരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു മീറ്റിങ്ങിന് പോയത്. അന്ന് തൃശ്ശൂരിലാണ് പോയത്. അവിടെ ചെന്നിട്ട് ഇതിനിടയിൽ ഡോക്ടർ പറഞ്ഞു, എനിക്ക് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ദുരന്തം ജീവിതത്തിൽ വരുമ്പോൾ, ഒരു മെഡിക്കൽ റിപ്പോർട്ട് വന്ന് ഞെട്ടുമ്പോൾ, ശരീരത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ, കാശില്ലാതെ വരുമ്പോൾ, സമൂഹത്തിൽ ക്യാൻസർ രോഗിയായി ചിത്രീകരിക്കപ്പെടുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരുമ്പോൾ, ഉറങ്ങാൻ കഴിയാതെ വരുമ്പോൾ, ഒരു മനുഷ്യനെ യേശു എങ്ങനെ രക്ഷിക്കും? കഥ കേൾക്കുക. എന്നിട്ട് ഡോക്ടർ ഇത്രയും കാശ് പറഞ്ഞപ്പോൾ കാശില്ലാത്തതുകൊണ്ടിട്ട് പല ഡോക്ടേഴ്സിന്റെ അടുത്തും ഡയഗ്നോസിസിന് വേണ്ടി ചെന്നിരുന്നു, കൺസൾട്ടേഷന് വേണ്ടി ചെന്നിരുന്നു, സെക്കൻഡ് ഒപ്പീനിയൻ വേണ്ടി ചെന്നിരുന്നു. അവസാനം ഇദ്ദേഹത്തിന്റെ നിവൃത്തികേട് കണ്ടിട്ട് ആദ്യം ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, ഞാൻ നിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിലേക്ക് ആക്കാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെറും 50,000 രൂപയ്ക്ക് നിനക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കുമെന്ന് പറഞ്ഞു. അതേ തുടർന്ന് ഈ സഹോദരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടെ ചെന്നപ്പോൾ സഹോദരൻ പറഞ്ഞു, ഞാൻ വല്ലാതെ ഭയപ്പെട്ടു, കാരണം എന്നെ കൊണ്ടുപോയത് ക്യാൻസറിന്റെ വാർഡിലേക്കായിരുന്നു. എല്ലാ ക്യാൻസർ രോഗികളും കിടക്കുന്ന അന്തരീക്ഷം, എല്ലാ ക്യാൻസർ രോഗികളായിരുന്നു. ഞാനും ഇവരിൽ ഒരാളായി പോയല്ലോ. എനിക്ക് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിക്കണം, എനിക്ക് ഇത്രയും വയസ്സായിട്ടുള്ള എനിക്ക് ജീവിക്കണം, അതൊറ്റ ആഗ്രഹമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഡോക്ടർ ഒരു ഡേറ്റ് കുറിച്ചു. ഏപ്രിൽ 2-ാം തീയതി സർജറിക്ക് വേണ്ടി ഡേറ്റ് കുറിച്ചു. ഇതിനിടയിൽ ദുഃഖ വെള്ളിയാഴ്ച തൃശ്ശൂർ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്നു. അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അവിടുത്തെ സഹോദരന്മാർ പറഞ്ഞു, തീർച്ചയായിട്ടും ഈസ്റ്റർ സൺഡേ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ ചെല്ലണം, ദൈവദാസനെ കാണണം, ഡാമിയൻ ബ്രദറിനെ കാണണം, കൈവച്ച് പ്രാർത്ഥിച്ചിട്ടേ സർജറിക്ക് പോകാവൂ എന്ന് പറഞ്ഞു.
അങ്ങനെ ഈസ്റ്റർ സൺഡേ ഇവിടെ വന്നു, കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്നു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് അവസാനം ഡാമിയൻ ബ്രദറിന്റെ അടുക്കൽ വന്നു, ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ മുഖം എനിക്ക് ഓർമ്മയുണ്ട്, ഒത്തിരി നേരിട്ട വലിയ ഒരു ഇല്ലെങ്കിൽ ഈ ഫേസ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, യു വിൽ സീ എ മിറക്കിൾ, അവർ ഗോഡ് ഈസ് ആൻ അമേസിംഗ് ഗോഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടു. നീ ഒരു അത്ഭുതം കാണും, നീ അത്ഭുതമായിട്ട് മടങ്ങി വരും എന്നുള്ള രീതിയിൽ വാഗ്ദത്തം കൊടുത്തിട്ടാ പറഞ്ഞു വിട്ടത്. എങ്കിലും ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് കരുതി പോയി അഡ്മിറ്റഡ് ആയി. ഏപ്രിൽ 2-ാം തീയതി മകനെ സർജറി ചെയ്തു. ഈ വശം മുഴുവനും അവർ തുറന്നെടുത്തു. അകത്തു നിന്നും അവർ തുറന്നു നോക്കിയപ്പോൾ ഒരു മുഴയും അതിനോട് ചേർന്ന് കുറെ കുരുക്കളും ഉണ്ടായിരുന്നു. അത് മുഴുവൻ എടുത്തു, അതിന്റെ സൈഡിലുള്ള ദശയും എടുത്തു. ഫർദർ ഡയഗ്നൈസേഷന് വേണ്ടി കൾച്ചർ ചെയ്യാനായിട്ട് പലയിടത്തും അയച്ചു കൊടുത്തു. സാധാരണ ഒരു റിപ്പോർട്ട് 2 ആഴ്ചക്കുള്ളിൽ ഒരു റിപ്പോർട്ട് വരും. ഇദ്ദേഹം 2 ആഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പറഞ്ഞു, റിപ്പോർട്ടുമായിട്ട് എന്റെ അടുക്കൽ വരണം, ഫർദർ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, ഇത് ക്യാൻസർ തന്നെയാണ്, ക്യാൻസറിനുള്ള ഫർദർ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, റിപ്പോർട്ടായിട്ട് എന്റെ അടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് മേടിക്കാൻ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, തന്റെ റിപ്പോർട്ട് ആയിട്ടില്ല, പോയിട്ട് വരാൻ പറഞ്ഞു. ഒരു ടാക്സി എടുത്ത് വേണം കുന്നുംകുളത്ത് നിന്ന് കോഴിക്കോട് വരെ പോവാൻ. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു, 4 ആഴ്ച കഴിഞ്ഞു, 6 ആഴ്ച കഴിഞ്ഞു, ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വന്നില്ല. 8-ാമത്തെ ആഴ്ച വന്നപ്പോൾ ഡോക്ടർ പറയുക, തന്റെ ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഞങ്ങൾ പലയിടങ്ങളിലേക്കും ഡയഗ്നൈസേഷന് വേണ്ടി അയച്ചു, വീണ്ടും അയച്ചു. കാരണം ഞങ്ങൾ സ്ഥിരീകരിച്ചത് ഇതൊരു ക്യാൻസർ എന്നാണ്. എന്നാൽ നിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ക്യാൻസറിന്റെ ഒരു അണു പോലും അതിലില്ലാത്തവണ്ണം ഇത് സാധാരണ ഒരു ഗ്രോത്ത് മാത്രമായിരുന്നു. നിന്നെ യാതൊരു തരത്തിലും പേടിക്കണ്ട, നിന്റെ രോഗം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്, നീ ഇനി ക്യാൻസറിനെ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു വിട്ടു. വിൽസൺ എന്ന ക്യാൻസർ രോഗിയല്ല, കർത്താവിന്റെ അഭിഷിക്തനാണ്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രയർ ടൈമിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിൽ എത്രയോ പേരെ ദൈവം സഹായിച്ചു, അത്ഭുതങ്ങൾ അവർക്ക് ലഭിച്ചു. മാത്രമല്ല, ഞാനിങ്ങനെ വിശ്വസിക്കുന്നത് ദൈവം നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരിക്കുന്നു. ഈ പ്രയർ ടൈമിൽ ദൈവം നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം നൽകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഓരോരുത്തർക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ കരം ഇപ്പോൾ അവരുടെ മേൽ വെച്ച് വലിയ വിടുതലുകൾ നൽകണമേ, പ്രത്യേകിച്ച് രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെന്നെ മനസ്സിലാക്കി തരുന്നത്, ശ്വാസകോശത്തിൽ എവിടെയും ഒരു ദ്വാരം വീണ് ശ്വാസകോശത്തിന് ചുരുങ്ങലുണ്ടാകുക, അങ്ങനെ ശ്വാസകോശ സംബന്ധമായ തകരാറുകൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ. ലിംഫോമ എന്ന ഒരു രോഗത്തെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. അതുപോലെ ബ്രെയിൻ ചുരുങ്ങുന്ന ഒരു രോഗം കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ക്രിസ്റ്റി എന്നു പേരുള്ള ഒരു ടീനേജറാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ടീനേജറാണ് ക്രിസ്റ്റി. കർത്താവ് ആ കുഞ്ഞിൻ്റെ മേൽ വലിയ സൗഖ്യത്തെ നൽകുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു പ്രത്യേകമായ അപൂർവ രോഗം ഇപ്പോൾ തന്നെ ആ കുഞ്ഞിനെ വിട്ട് മാറിപ്പോകട്ടെ. അതുകൂടാതെ ചില സ്കിൻ ഡിസീസുകൾ ഇപ്പോൾ സൗഖ്യമാകുന്നുണ്ട്, വളരെ മാരകമായ ചില സ്കിൻ ഡിസീസുകൾ, എക്സീമ, അതുപോലെ സൊറായസിസ് പോലെയുള്ള സ്കിൻ ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവേ, ഇപ്പോൾ തന്നെ കൈ നീട്ടി അവരെ അനുഗ്രഹിക്കണമേ. ഈ സമയത്ത് നിങ്ങൾക്ക് ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിക്കാം. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഉള്ളിൽ വിശ്വസിക്കുക. ഒരുപക്ഷെ ഞാൻ പറയാത്ത ഒന്നായിരിക്കാം നിങ്ങളുടെ വിഷയം, എന്താണെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ആ വിടുതലുകൾ ഇപ്പോൾ പകരുന്നതിനാൽ നന്ദി പറയുന്നു. എന്ത് വിഷയത്തിലാണോ പ്രാർത്ഥിക്കുന്നത് കർത്താവ് വിടുതൽ കൊടുക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ എപ്പിസോഡ് കണ്ടപ്പോൾ, ഇതിനു മുമ്പുള്ള ബ്ലെസ്സിംഗ് ടുഡേ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക അനുഗ്രഹമുണ്ടായി, ഒരു രോഗസൗഖ്യം ലഭിച്ചു, മറ്റേതെങ്കിലും നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അതറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സ്ക്രീനിലെ നമ്പറിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കാം, വാട്സാപ്പിൽ നിങ്ങൾക്ക് സന്ദേശം അയക്കാം. എങ്ങനെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് അറിയാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ എവിടെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം.
നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പട്ടണത്തിൽ അത്തരത്തിലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ദയവായി കടന്നു വരിക. നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് ബ്ലെസ്സിങ് ടുഡേ. അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.